നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് പ്രാണായാമമാണ്. 3 തരത്തിലുള്ള പ്രാണായാമങ്ങളാണ് നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അതും പ്രാണായാമത്തിന്റെ ഏറ്റവും ബേസിക് ലെവലായിട്ടുള്ള പ്രാണായാമങ്ങൾ മാത്രമേ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിൽ യോഗാസനങ്ങളും പ്രാണായാമവും പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കാനും ചെയ്യാനും സാധിക്കും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് കപാലഭാതി പ്രാണായാമം. കപാലഭാതി പ്രാണായാമം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ കോശങ്ങളെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ സുഖാസനത്തിലോ പത്മാസനത്തിലോ, പത്മാസനം ഇവിടെ കാണിച്ചു തന്നിട്ടില്ല. പത്മാസനം ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് തുടക്കക്കാർക്ക്. പ്രാക്ടീസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒന്നില്ലെങ്കിൽ സുഖാസനത്തിൽ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ പത്മാസനത്തിൽ ഇരിക്കുക. പത്മാസനം എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കണതിനാണ് പത്മാസനം എന്ന് പറയുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ സിദ്ധാസനം. സിദ്ധാസനം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കാലിന്റെ ഉപ്പൂറ്റി നമ്മളുടെ ജനനേന്ദ്രിയത്തിന്റെ താഴെ വരും, അടുത്ത ഉപ്പൂറ്റി അതിന്റെ തൊട്ട് മുകളിലായിട്ട് വരും. കാലിന്റെ ഈ ഭാഗം നമ്മളുടെ കാഫ് മസിൽസിന്റെ ഇടയിൽ പോകും. ഇപ്പുറത്തെ കാലിന്റെ തള്ളവിരല് ഇങ്ങനെ പൊങ്ങി വരും. ഇതിന് സിദ്ധാസനം എന്ന് പറയും. നമ്മൾ ഇത്രയും ചെയ്യേണ്ട, വെറുതെ സുഖാസനത്തിൽ ഇരുന്നാൽ മതി. ഇങ്ങനെ വെറുതെ ഇരുന്നാൽ മതി. ഇങ്ങനെ ഇരുന്നിട്ട് കൈ രണ്ടും നമ്മളുടെ മുട്ടിൽ വെക്കുക. അതിനുശേഷം നട്ടെല്ല് നിവർത്തിയിരിക്കുക. അത് കഴിഞ്ഞ് നമ്മളുടെ വയറ് ചലിപ്പിച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന പരിപാടിയാണ് ഈ കപാലഭാതി. അതായത് ദീർഘമായ ശ്വാസം എടുക്കുക. അതിനുശേഷം നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കേണ്ട, പുറത്തേക്ക് വിട്ടാൽ മാത്രം മതി. ഇൻഹേൽ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മളുടെ എക്സേൽ ചെയ്യുമ്പോൾ വയറ് ഉള്ളിലേക്ക് തള്ളും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എക്സേൽ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയറ് വീർത്ത് വരുമ്പോഴത്തേക്കും പാസീവായിട്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്യും. അതായത് നമുക്ക് മനഃപൂർവ്വം ഇൻഹെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ മനഃപൂർവ്വം എക്സേൽ ചെയ്യണം. എക്സേൽ മാത്രം നമ്മൾ മനഃപൂർവ്വം ചെയ്താൽ മതി. ഇൻഹെയിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ. ഇങ്ങനെ നമുക്ക് ഒരു ഒറ്റ തവണ നമുക്ക് 60 കൗണ്ട് വരെയൊക്കെ ചെയ്യാം. നമുക്കിപ്പോ ആ തുടക്കം എന്നുള്ള രീതിയിൽ നമുക്ക് 30 കൗണ്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഹേൽ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് കുറച്ചും കൂടെ പതിയെ ചെയ്ത് കാണിക്കാം. ഇൻഹേൽ, ദീർഘമായ ശ്വാസം എടുത്ത് ശ്വാസം വിടുക. ഇതിപ്പോ ഒരു റൗണ്ടായി. ഇങ്ങനെ നമുക്ക് 2, 3 റൗണ്ട് നമുക്ക് കപാലഭാതി പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം. ഞാൻ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചു തരാം. ദീർഘമായി ശ്വാസം എടുക്കുക. ഇൻഹേൽ, ഇതാണ് കപാലഭാതി പ്രാണായാമം.
ഇത് ഒരു നമ്മളുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രിയയായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പ്രാണായാമത്തിനുപരി ഇത് ഒരു ക്രിയയായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാഡീശുദ്ധി പ്രാണായാമം. നാഡീശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള നാഡികളെ കംപ്ലീറ്റ് ആയിട്ട് ശുദ്ധി ചെയ്യാനും പിന്നെ നമ്മളുടെ ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനും എല്ലാം ഉപയോഗിക്കുന്ന പ്രാണായാമമാണിത്. ഇതും ഇതുപോലെ തന്നെ നമ്മൾക്ക് സുഖാസനത്തിലിരിക്കാം, വജ്രാസനത്തിലിരിക്കാം, അല്ലെങ്കിൽ പത്മാസനത്തിലോ ഏതാസനത്തിലോ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം. അതിനുശേഷം ഇടത് കൈ വെച്ച് ചിന്മുദ്രയിൽ പിടിക്കും. ചിന്മുദ്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ചെറുവിരല്, മോതിരവിരല്, ഈ നടുവിരല്, ഇത്രയും വിരല് നീട്ടിപ്പിടിക്കുക. ഈ നമ്മുടെ ചൂണ്ടുവിരലും തള്ളവിരലും കൂടി ചേർത്ത് പിടിക്കുക. ചേർത്ത് ഇങ്ങനെ പിടിക്കണതിന് ചിന്മുദ്ര എന്ന് പറയും. ഇങ്ങനെ ചിന്മുദ്രയിൽ പിടിച്ചിട്ട് ഇടത് മുട്ടിന്റെ ഭാഗത്ത് വെക്കുക. വലത് കൈ നാസികാമുദ്രയിൽ പിടിക്കുക. നാസികാമുദ്ര എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ രണ്ട് വിരല് ചേർത്ത് വെക്കണം, ഈ രണ്ട് വിരല് ചേർത്ത് വെക്കണം. എന്നിട്ട് ഈ രണ്ട് വിരല് മടക്കി പിടിക്കണം, തള്ളവിരല് നീട്ടിപ്പിടിക്കണം. അതിനുശേഷം നമ്മളുടെ വലത് മൂക്ക് ചെറുതായിട്ട് അടച്ചു പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കണം. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ശ്വാസം ദീർഘമായി വലിച്ചതിന് ശേഷം ഇടത് മൂക്ക് അടച്ചു പിടിക്കണം. വലത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടണം. അതിനുശേഷം വീണ്ടും ശ്വാസം ഇടത് മൂക്കിൽ കൂടെ വലിച്ച് അകത്തേക്ക് വലത് മൂക്കിൽ കൂടെ വലിക്കണം. എന്നിട്ട് വലത് മൂക്ക് അടച്ചു പിടിക്കണം, ഇടത് മൂക്കിൽ കൂടെ വിടണം. ഇപ്പൊ ഇങ്ങനെ രണ്ട് സൈഡിൽ ചെയ്ത് കഴിയുമ്പോൾ ഒരു റൗണ്ട് ആകും. അങ്ങനെ നമുക്ക് 9 റൗണ്ട് പ്രാക്ടീസ് ചെയ്യാം. ഇത് നാഡീശുദ്ധി പ്രാണായാമത്തിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കും. എന്നിട്ട് അത് നമ്മൾ വലിച്ചതിന്റെ 4 മടങ്ങ് നമ്മൾ ഹോൾഡ് ചെയ്യും. 4 മടങ്ങ് ടൈം ഹോൾഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വലിച്ചതിന്റെ 2 മടങ്ങ് ടൈം പുറത്തേക്ക് വിടും. അങ്ങനെയാണ് കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇപ്പൊ അതുപോലെ തുടക്കക്കാരെ അതുപോലെ പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശത്തിന് ഓവർലോഡ് ആവും. നമുക്ക് കുറച്ച് ചിലപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇതുപോലെ വെറുതെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം സാവധാനം നമുക്ക് കൂട്ടിക്കൊണ്ടുവരാം. കുറച്ചും കൂടെ അഡ്വാൻസ് ലെവലിലേക്ക് വരാം. അപ്പൊ നമുക്ക് തുടങ്ങാം. തള്ളവിരൽ ഉപയോഗിച്ച് വലത് മൂക്ക് അടച്ചു പിടിക്കുക. ഞാൻ ശ്വാസം വലിക്കുമ്പോൾ ഞാൻ കൗണ്ട് ചെയ്യുക. 1 2 3 4 5 എന്ന് പറയുമ്പോൾ അപ്പൊ ഈ 5 വരെ കൗണ്ട് ചെയ്യണത് വരെ ശ്വാസം അകത്തേക്ക് എടുക്കുക. അത് കഴിഞ്ഞ് ഇടത് മൂക്ക് അടയ്ക്കുക, വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടണം. അപ്പോഴും ഞാൻ കൗണ്ട് ചെയ്യുക. അപ്പൊ 1 2 3 4 5 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ വലത് മൂക്കിൽ കൂടെ ശ്വാസം വിടുക. അങ്ങനെ ചെയ്യാം. വലത് മൂക്ക് അടച്ചു പിടിക്കുക. 1 2 3 4 5. ഇടത് മൂക്ക് അടയ്ക്കുക. എക്സെയിൽ 1 2 3 4 5. ഇൻഹേൽ, വലത് മൂക്കിൽ കൂടെ ശ്വാസം വലിക്കുക. 1 2 3 4 5. വലത് മൂക്ക് അടച്ചു പിടിക്കുക. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. എക്സേൽ 1 2 3 4 5. ഇൻഹേൽ, ഇടത് മൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. ഇടത് മൂക്ക് അടച്ചു പിടിക്കുക. വലത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. വലത് മൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. വലത് മൂക്ക് അടച്ചു പിടിക്കുക. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. ഇടത് മൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5.
ഇടതുമൂക്ക് അടച്ചു പിടിക്കുക. വലതുമൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. വലതുമൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. വലതുമൂക്ക് അടച്ചു പിടിക്കുക. ഇടതുമൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. ഇടതുമൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. ഇടതുമൂക്ക് അടച്ചു പിടിക്കുക. വലതുമൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. വലതുമൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. വലതുമൂക്ക് അടച്ചു പിടിക്കുക. ഇടതുമൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. ഇടതുമൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. ഇടതുമൂക്ക് അടച്ചു പിടിക്കുക. വലതുമൂക്ക് തുറന്ന് വലതുമൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. വലതുമൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. വലതുമൂക്ക് അടച്ചു പിടിക്കുക. ഇടതുമൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. ഇടതുമൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. ഇടതുമൂക്ക് അടച്ചു പിടിക്കുക. വലതുമൂക്ക് തുറന്ന് വലതുമൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. വലതുമൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. വലതുമൂക്ക് അടച്ച് ഇടതുമൂക്ക് തുറന്ന് ഇടതുമൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. ഇടതുമൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. ഇടതുമൂക്ക് അടച്ച് വലതുമൂക്ക് തുറന്ന് ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. വലതുമൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. വലതുമൂക്ക് അടച്ച് ഇടതുമൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. ഇടതുമൂക്കിൽ കൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. ഇടതുമൂക്ക് അടച്ച് വലതുമൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. വലതുമൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 5. വലതുമൂക്കടച്ച് ഇടതുമൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. 1 2 3 4 5. ദീർഘമായി ശ്വാസം എടുത്തു വിടുക. നമ്മളിപ്പോ നാഡീശുദ്ധി ചെയ്തപ്പോ ഇടതുമൂക്കിലൂടെ സ്റ്റാർട്ട് ചെയ്ത് ഇടതുമൂക്കിലൂടെ തന്നെയാണ് അവസാനിപ്പിച്ചത്. അതുപോലെയാണ് ചെയ്യേണ്ടത്. അതായത് ഇടതുമൂക്കിലൂടെ ശ്വാസം എടുക്കും, അവസാനത്തെ റൗണ്ടിൽ ഇടതുമൂക്കിലൂടെ ശ്വാസം വിട്ട് ഇത് അവസാനിപ്പിക്കും. അങ്ങനെ നമുക്ക് ഇപ്പൊ 9 റൗണ്ട് വെച്ച് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഇനി അടുത്തതായി ചെയ്യാനുള്ളത് ഭ്രാമരി പ്രാണായാമമാണ്. ഭ്രാമരി പ്രാണായാമം എന്ന് പറയുന്നത് ഒരു വണ്ട് മൂളണ പോലത്തെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രാണായാമമാണ്. അതും ചെയ്യുന്നത് നമ്മളുടെ തലച്ചോറിന് ഒരു കുളിർമ കിട്ടാനും, അതെന്ന് വെച്ചാൽ അതിന്റെ നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിന്റെ കമ്പനങ്ങൾ നമ്മളുടെ തലച്ചോറിൽ മുഴുവൻ വ്യാപിക്കും. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ
രണ്ട് കാതും ഈ തള്ളവിരൽ ഉപയോഗിച്ച് അടച്ചു പിടിക്കണം. അതിനുശേഷം നാവ് നമ്മളുടെ പല്ലിന്റെ പുറകുവശത്തായിട്ട് ടച്ച് ചെയ്ത് ഇന്നുള്ള ശബ്ദം ഉണ്ടാക്കണം. അങ്ങനെ ഒരു 5 റൗണ്ട് ചെയ്യാം. അപ്പൊ ദീർഘമായി ശ്വാസം എടുത്ത് കാതുകൾ രണ്ടും അടച്ചു പിടിക്കുക. എന്നിട്ട് ദീർഘമായി ശ്വാസം എടുത്തു വിടുക. നമ്മളിപ്പോ 3 തരത്തിലുള്ള പ്രാണായാമങ്ങളാണ് ചെയ്തത്. ഒന്നാമത് കപാലഭാതി പ്രാണായാമം. അത് ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം അല്ലെങ്കിൽ ഫിറ്റ്സ് പോലത്തെ അസുഖങ്ങളുള്ള ആളുകൾ അത് ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ അസുഖമുള്ളവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും. പിന്നെ അതുപോലെ ഭ്രാമരി പ്രാണായാമമാണെങ്കിലും മൂക്കിന് ചെവിക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ ചെയ്യാൻ പാടില്ല. നാഡിശുദ്ധി പ്രാണായാമത്തിന് ഇങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പ്രാണായാമങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഗുണം ചെയ്യുന്നതാണ്. മനസ്സിന് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനെ ഒരു ധ്യാനാവസ്ഥയിലേക്ക് കൊണ്ടുപോകാനായിട്ടും വളരെയധികം സഹായിക്കും പ്രാണായാമങ്ങളെല്ലാം. കാര്യം നമ്മളുടെ ശ്രദ്ധ നമ്മളുടെ ശ്വാസത്തിലേക്ക് കൂടുതലായിട്ട് കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനെ മറ്റ് ചിന്തകളിൽ നിന്ന് മാറ്റി ഏതെങ്കിലും ഒരു ചിന്തയിലേക്ക് മാത്രം സ്ഥിരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വരാനും സാവധാനത്തിൽ നമുക്ക് ധ്യാനാവസ്ഥയിലേക്ക് വരാനും ഈ പ്രാണായാമങ്ങൾ സഹായിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എല്ലാ ദിവസവും പ്രാണായാമം ചെയ്യാൻ ശ്രമിക്കണം. നട്ടെല്ല് നിവർത്തിയിരിക്കുക. ദീർഘമായി ശ്വാസം എടുത്തു വിടുക. കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ദീർഘമായി ശ്വാസം എടുത്തു വിടുക. ഇൻഹേൽ, എക്സേൽ, ഇൻഹേൽ, എക്സേൽ. നിങ്ങളുടെ ശ്രദ്ധയെ പൊക്കിളിനടുത്തേക്ക് കൊണ്ടുവരിക. പൊക്കിളിന്റെ ഭാഗത്ത് സൂക്ഷ്മമായ ഒരു പ്രകാശം ഉള്ളതായി അറിയുക. അതിസൂക്ഷ്മമായ പ്രകാശത്തിന് മഞ്ഞ നിറമാണെന്ന് അറിയുക. ഒരു ചെറിയ സൂര്യൻ ജ്വലിക്കുന്നത് പോലെ അവിടെ നിന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് അറിയുക. ആ ചെറിയ പ്രകാശം അവിടെ നിന്ന് നിങ്ങളുടെ 2 പുരികങ്ങളുടെയും മധ്യത്തിലേക്ക് നട്ടെല്ല് വഴി മുകളിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് അറിയുക. അങ്ങനെ സങ്കല്പിക്കുക. പതിയെ പതിയെ
മുകളിലേക്ക് ആ ചെറിയ സൂര്യൻ, ചെറിയ മഞ്ഞ പ്രകാശം മുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് നീങ്ങുമ്പോൾ അത് ആ പ്രകാശം ശരീരം മുഴുവനുമായി വ്യാപിക്കുന്നതായിട്ട് അറിയുക. ആ പ്രകാശം ഇപ്പോൾ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും നിറഞ്ഞിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. ആ മഞ്ഞ നിറത്തിലുള്ള പ്രകാശം നിങ്ങളുടെ 6 മീറ്റർ ചുറ്റളവിൽ വ്യാപിച്ചിരിക്കുന്നതായിട്ട് അറിയുക. ആ മഞ്ഞ പ്രകാശം നിങ്ങൾക്ക് ശക്തിയും സംരക്ഷണവും നൽകുന്നതായി അറിയുക. ഇപ്പോൾ ആ മഞ്ഞ പ്രകാശം സഞ്ചരിച്ച് നമ്മുടെ ഇരുപുരികങ്ങളുടെയും മധ്യത്തിൽ എത്തിച്ചേർന്നതായിട്ട് അറിയുക. ആ മഞ്ഞ പ്രകാശം തിരിച്ച് പൊക്കിളിനടുത്തേക്ക് തന്നെ പോകുന്നതായിട്ട് അറിയുക. തിരിച്ച് സഞ്ചരിക്കുമ്പോൾ ശരീരം പൂർണ്ണമായി ശക്തി പ്രാപിക്കുന്നതായിട്ട് അറിയുക. അപ്പോൾ ആ പ്രകാശം പൊക്കിളിന് ഭാഗത്തെത്തിയിരിക്കുന്നതായിട്ട് അറിയുക. ഇപ്പോൾ നിങ്ങൾ നേരിട്ട് ഈശ്വരനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ട് അറിയുക. ഇപ്പോൾ പൂർണ്ണമായും ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ. ഈശ്വരനിൽ നിന്ന് നിങ്ങളിലേക്ക് ശക്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വരന്റെ ഗുണങ്ങളെല്ലാം നിറഞ്ഞ വ്യക്തിയായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. ആദ്യം നിങ്ങൾ പ്രകൃതിയോട് നന്ദി പറയുക. പ്രകൃതിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ ശരീരം ലഭിച്ചിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തോട് നന്ദി പറയുക. നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ടീച്ചർമാരോടും ഗുരുക്കന്മാരോടും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച എല്ലാ മഹാന്മാരോടും നന്ദി പറയുക. നിങ്ങളുടെ കൂടെ ഇന്ന് യോഗ ചെയ്യുന്ന നിങ്ങളുടെ കൂടെയുള്ള എല്ലാ സഹപാഠികളോടും നന്ദി പറയുക. നിങ്ങളോട് തന്നെ സ്വയം നന്ദി പറയുക. നിങ്ങളുടെ ശരീരത്തോട് നന്ദി പറയുക. ഇന്ന് യോഗ ചെയ്യാനുള്ള ആരോഗ്യം തന്ന ഈശ്വരനോട് നന്ദി പറയുക. ദീർഘമായ ശ്വാസം വലിച്ചു. Inhale, exhale. Inhale, exhale.
നമ്മുടെ ചുറ്റും വ്യാപിച്ചിരിക്കുന്ന ഈ പ്രകാശം നമ്മളിലേക്ക് നെഗറ്റീവായിട്ടുള്ള ഒരു എനർജിയും കടക്കാതെ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നത് തിരിച്ചറിയുക. ആരുടെയും കുറ്റങ്ങളും കുറവുകളും കാണാതെ എല്ലാവരിലും നല്ലത് മാത്രം കാണാനുള്ള ശക്തി നമുക്ക് ലഭിച്ചിരിക്കുകയാണെന്ന് അറിയുക. Inhale, exhale. എല്ലാവർക്കും നന്മ മാത്രം ചെയ്യാനുള്ള ശക്തി നമുക്ക് ലഭിച്ചിരിക്കുന്നു. മനസ്സ വാച കർമ്മണ എല്ലാവർക്കും നന്മ മാത്രം ചെയ്യും. ആരെയും വേദനിപ്പിക്കില്ല. ദീർഘമായ ശ്വാസം വലിച്ചു. പതിയെ കണ്ണുകൾ തുറന്നു വരിക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ക്ലോസിംഗ് പ്രയർ ആണ്. ശാന്തി മന്ത്രം. നട്ടല് നിവർത്തിയിരിക്കുക. കൈകൾ നമസ്കാര മുദ്രയിൽ പിടിക്കുക. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. കൈകൾ പിന്നിൽ കെട്ടുക. ദീർഘമായ ശ്വാസം എടുത്ത് ശ്വാസം വിട്ടുകൊണ്ട് നെറ്റി തറയിൽ മുട്ടിക്കാൻ ശ്രമിക്കുക. ശ്വാസം എടുത്ത് ഉയർന്നു വരിക. കൈകൾ രണ്ടും കൂട്ടിത്തിരുമി ചൂട് കണ്ണിനും മുഖത്തും ശരീരത്തിൽ സകല ഭാഗത്തേക്കും പകരുക. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാനിതിന്റെ ഡിസ്ക്രിപ്ഷന്റെ താഴെ എന്റെ നമ്പർ കൊടുക്കുക. അതിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കൂടുതലായി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിന് വേണ്ട ഡീറ്റെയിൽസും ഞാൻ തരാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഒരു ശുഭദിനം ആശംസിക്കുന്നു.